ഓം ശാന്തി. ഈ ദേഹമാക്കുന്ന മന്ദിരത്തിൽ വിരാജമാനായ ഞാൻ ഒരു മിന്നിത്തിളങ്ങുന്ന ചൈതന്യ ദീപമാണ്. ഞാൻ ഈ സൃഷ്ടിയിലെ മഹാനാത്മാവാണ്. ഉയർന്നതിലും ഉയർന്ന ഭഗവാന്റെ ആദ്യ രചന. ഞാൻ സർവശ്രേഷ്ഠ ബ്രാഹ്മണ ആത്മാവാണ്. ഞാൻ ബ്രാഹ്മൺ സുദേവത. ആദി സനാതന ധർമ്മത്തിലെ ആദ്യ സൃഷ്ടിയിലെ സർവ ആത്മാക്കളുടെയും പൂർവജനാണ്. സൃഷ്ടിരൂപി കൽപ്പവൃക്ഷത്തിൻ്റെ ബീജത്തിൽ നിന്നും വരുന്ന തടിയുടെ രൂപത്തിലാണ്. ഈ തായ്തടിയിൽ നിന്നും സർവധർമ്മങ്ങളുടെ ശാഖകൾ ഉത്പന്നമാകുന്നു. ഞാൻ സർവ ആത്മാക്കളുടെയും പൂർവജനാണ്. ആധാരമൂർത്തിയും ഉദ്ധാരമൂർത്തിയുമാണ്. ഞാൻ പൂർവജ ആത്മാക്കളുടെ ആധാരത്തിലൂടെ സൃഷ്ടിയുടെ സമയവും സ്ഥിതിയും ഉണ്ടാകുന്നു. ഞാൻ സതോ പ്രധാനമാകുമ്പോൾ പ്രകൃതിയും സതോ പ്രധാനമാകുന്നു. സർവധർമ്മങ്ങളിലെ ആത്മാക്കളുടെ സംബന്ധം പൂർവജ ആത്മാക്കളുമായാണ്. എന്നിൽ സർവ ആത്മാക്കളുടെ പാലനയുടെ ഉത്തരവാദിത്വമുണ്ട്. സർവർക്കും ബാബയുടെ സന്ദേശം പ്രാപ്തമാക്കണം. എൻ്റെ ശ്രേഷ്ഠവൃത്തിയിലൂടെ വിശ്വത്തിൻ്റെ വാതാവരണം പരിവർത്തനപ്പെടുന്നു. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാകുന്നു. ഞാൻ സമർത്ഥ ആത്മാവാകുന്നു. സർവസമർത്ഥ ബാബയുടെ സർവശക്തികളും എൻ്റെ കൂടെയുണ്ട്. ഏതോ പരിതസ്ഥിതി പ്രകൃതി എൻ്റെ സ്ഥിതിയാകുന്ന ആസനത്തെ ഇളക്കാൻ നോക്കിയാലും ഞാൻ അജൽ അടോളായിരിക്കുന്നു. സമർത്ഥ സ്ഥിതിയിൽ സ്ഥിതമാകുന്നു. ഞാൻ സഫലതാമൂർത്തിയാണ്. ശ്രേഷ്ഠ സമാനധാരിയായി എൻ്റെ സമാനത്തിൻ്റെ സ്മൃതിയിൽ സമർത്ഥ സ്ഥിതിയിൽ സ്ഥിതമാകുന്നു. ബാപ്പ് ദാദ ഓരോ കുട്ടിയെയും ഏകാഗ്രതയോടെ സമാനധാരി സ്വരൂപത്തിൽ കാണുന്നു. ഓരോ കുട്ടിയും സദാ അറ്റൻഷൻ വെക്കുന്നു. ഏറ്റവും ആദ്യത്തെ സമാനമാണ്. ഏത് ബാബയെ ആണോ ഓർമ്മിച്ചത്, ഡയറക്റ്റ് ആ ബാബയുടെ കുട്ടിയാണ് ഞാൻ. ഞാൻ സൃഷ്ടി രചയിതാവിൻ്റെ ആദ്യത്തെ രചനയാണ്. മുഴുവൻ വിശ്വത്തിലെ ആത്മാക്കളുടെയും പൂർവജനാണ്. വിശ്വത്തിൻ്റെ ആധാരമൂർത്തിയും ഉദ്ധാരമൂർത്തിയുമാണ്. മുഴുവൻ കൽപ്പത്തിലും അമൂല്യമായ സിംഹാസനം, പരമാത്മ ഹൃദയ സിംഹാസനം നമ്മൾ കുട്ടികൾക്കാണ് പ്രാപ്തമാകുന്നത്. ബാപ്പ് ദാദ
അവസാന നമ്പറിലെ കുട്ടിയെയും ഫരിസ്തയിൽ നിന്നും ദേവതാ സ്വരൂപത്തിൽ കാണുന്നു. സമാനം മറക്കുമ്പോൾ ദേഹബോധവും ദേഹാഭിമാനവും വരുന്നു. ബാപ്പ് ദാദ സർവ ഖജനാവുകളുടെയും ബാലകനും അധികാരിയും എന്നെ ആക്കിയതാണ്. ബാബ പറയുന്നു, സദാ സമാനത്തിന്റെ സീറ്റിൽ സെറ്റായിരിക്കൂ, അപ്സെറ്റ് ആകരുത്. ഇപ്പോൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്നും പരിധിയില്ലാത്ത ശബ്ദമുയരുന്നു. നേടാനുള്ളത് നേടിക്കഴിഞ്ഞു. സമയത്തിന്റെ മഹത്വത്തെ സ്മൃതിയിൽ വയ്ക്കുന്നു. ഞാൻ സാധാരണമല്ല, പൂർവജനാണ്. വിശ്വത്തിലെ ആത്മാക്കളുടെ ആധാരം എന്റെ പിന്നിലുണ്ട്. എന്റെ ബാബ എന്ന് ഞാൻ ഹൃദയപൂർവം അംഗീകരിച്ചു. അപ്പോൾ എല്ലാവരും ഉത്തരവാദിത്വമുള്ളവരാണ്. ഇത് ചെറിയ യുഗമാണ്, സമയം കുറഞ്ഞ യുഗമാണ്, പക്ഷേ വലിയ പ്രാപ്തിയുടെ യുഗമാണ്. ചെറിയ യുഗത്തിൽ മുഴുവൻ കൽപ്പത്തിലെയും പ്രാപ്തിയുടെ വിത്ത് വിതയ്ക്കുന്നതിനുള്ള സമയമാണ്. ഏറ്റവും വലിയ അച്ഛൻ ഈ ചെറിയ യുഗത്തിലാണ് വരുന്നത്. വിശ്വരാജ്യഭാഗ്യം പ്രാപ്തമാക്കുന്നതിൻ്റെയും പൂജ്യരാകുന്നതിൻ്റെയും മുഴുവൻ കൽപ്പത്തിൻ്റെയും വിത്ത് വിതയ്ക്കുന്നതിൻ്റെയും സമയമാണ്. ഡബിൾ ഫലം പ്രാപ്തമാകുന്നതിൻ്റെ സമയമാണ്. ഈ യുഗത്തിലാണ് ബാപ്പ് ദാദ കൈവെള്ളയിൽ ഏറ്റവും വലിയ സമ്മാനം തരുന്നത്, സ്വർഗത്തിന്റെ രാജ്യഭാഗ്യം. ഞാനിപ്പോൾ മാസ്റ്റർ സർവശക്തിവാനാകുന്നു. ഞാൻ സ്വന്തം സമാനത്തിൽ ഏകാഗ്രമാകുന്നു. സമയത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്നു. അലസതയും ആലസ്യവും പ്രാപ്തി നഷ്ടമാക്കുന്നു. ബാപ്പ് ദാദ പറയുകയാണ്, സമാനത്തിൽ നിന്നും താഴെ വരരുത്. സ്വന്തം മഹത്വത്തെ മറക്കരുത്. ബാപ്പ് ദാദയ്ക്ക് അവസാനത്തെ കുട്ടിയോടും അതീവ സ്നേഹമാണ്. ആരാണോ എന്റെ ബാബ എന്ന് പറയുന്നത് അവർ കൂടെ പോകും. ബാപ്പ് ദാദയുടെ കൂടെ ശ്രീമതത്തിന്റെ കൈപിടിച്ച് കൂടെ പോകും. പിന്നീട് ബ്രഹ്മ ബാബയോടൊപ്പം ആദ്യം രാജ്യത്തിൽ വരും. ബ്രഹ്മ ബാബയോടും വളരെ സ്നേഹമുണ്ട്. കൂടെയിരിക്കും, കൂടെ പോകും, കൂടെ വരും. ഇതാണ് സ്നേഹത്തിന്റെ തെളിവ്. ബാഹിർമുഖ കൗശലങ്ങളിൽ നിന്നും മുക്തമായിരിക്കുന്നവരും ബാബയ്ക്ക് പ്രിയരുമായ സത്യമായ വ്യാപാരിയായി ഭവിക്കൂ. ഞാൻ ബാബയുടെ ഈ വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. നിഷ്കളങ്കരായ കുട്ടികൾ ഹൃദയത്തിൽ നിന്നും എന്റെ ബാബ എന്ന് പറയുന്നു. സെക്കൻഡിൽ ഒരു വിളിയിലൂടെ അളവറ്റ ഖജാനാവുകളുടെ
വ്യാപാരം ചെയ്യുന്നു. സർവരുടെയും സ്നേഹം പ്രാപ്തമാകണമെങ്കിൽ മുഖത്തിലൂടെ സദാ മധുരമായ വാക്കുകൾ പറയണം. ഓം ശാന്തി.